ദില്ലി സ്ഫോടനത്തിൽ നിർണായകമായ കണ്ടെത്തലുകളുമായി അന്വേഷണ സംഘം. ഫരീദാബാദ് ഡോക്ടർ സംഘത്തിന് നിർദ്ദേശം നൽകിയത് പാകിസ്ഥാനിലുള്ള കർണാടക സ്വദേശി മുഹമ്മദ് ഷാഹിദ് ഫൈസലാണെന്ന് അന്വേഷണ സംഘം. 2022 കോയമ്പത്തൂർ സ്ഫോടനത്തിനു പിന്നിൽ മുഹമ്മദ് ഷാഹിദ് ഉണ്ട്. 2012 ഇയാൾ പാകിസ്ഥാനിലേക്ക് കടന്നതാണ്. സിറിയയിലെ ഭീകര സംഘങ്ങളുമായി ഉമർ നബി കൂടിക്കാഴ്ച നടത്തിയെന്നും വിവരമുണ്ട്. പിയ സുനിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. പിയ സുനിൽ, ഗുഡ് മോർണിംഗ്. പിയ സുനിൽ, കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നു. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച കൂടുതൽ സൂത്രധാരന്മാരെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഈ ചെങ്കോട്ട സ്ഫോടനത്തിലേക്ക് നയിച്ച ഈ വൈറ്റ് കോളർ ടെററിസ്റ്റ് മൊഡ്യൂളിന്റെ ഓപ്പറേഷൻ രാജ്യത്തിന് പുറത്തു നിന്നാണ് നിയന്ത്രിക്കപ്പെട്ടതെന്നാണോ നമ്മൾ മനസ്സിലാക്കുന്നത്? രാജ്യത്തെ അന്തർദേശീയ തലത്തിൽ തന്നെയുള്ള ഭീകര സംഘടനകളുമായുള്ള ബന്ധമാണോ ഇപ്പോൾ തെളിയുന്നത്? പി എസ് സുനിൽ, എന്താണ് പുതിയ കണ്ടെത്തലുകൾ? ഗുഡ് മോർണിംഗ് അരുൺ. ജെയ്ഷെ മുഹമ്മദിന്റെയും ലഷ്കർ ഇ തൈബയുടെയും ഒക്കെ തന്നെ പ്രധാനപ്പെട്ട കണ്ണികൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ നേരത്തെ ബംഗളൂരുവിൽ നടന്നിട്ടുള്ള സ്ഫോടനം, കോയമ്പത്തൂരിൽ 2022 നടന്നിട്ടുള്ള സ്ഫോടനം, അതുപോലെ തന്നെ രാമേശ്വരത്ത് കഫയിൽ നടന്നിട്ടുള്ള സ്ഫോടനം, ഇതിലൊക്കെ തന്നെ പങ്കാളിയായ ബംഗളൂരു സ്വദേശിയായ മുഹമ്മദ് ഷാഹിദ് ഫൈസൽ ഇതിന് പിന്നിലുണ്ട് എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് കൃത്യമായി വിവരം ലഭിച്ചിരിക്കുന്നത്. ഇയാൾ 2012 പാകിസ്ഥാനിലേക്ക് കടന്ന വ്യക്തിയാണ്. ഇയാൾ തുർക്കിയിൽ വെച്ച് ഡോക്ടർ ഉമർ നബി ഉൾപ്പെടെയുള്ളവരുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടാകാം എന്നിപ്പോൾ അന്വേഷണ സംഘം കണക്കാക്കുകയാണ്. മാത്രമല്ല, ഡോക്ടർ മുസാമിലിന്റെ ഫോൺ പരിശോധിച്ചപ്പോൾ 42 വീഡിയോകളാണ് NIA സംഘത്തിന് ലഭിച്ചത്. ഇത് ബോംബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടായിരുന്നു. അപ്പോൾ ബോംബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട വീഡിയോ തുർക്കിയിൽ നിന്ന് ഡോക്ടർ മുസാമിലിന് ലഭിച്ചിട്ടുണ്ട്. ഇവർ 2022 തുർക്കിയിലേക്ക് പോയിരുന്നു. ഡോക്ടർ ഉമർ നബിയും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. അപ്പോൾ അവർ നിരവധി ആളുകളെ കണ്ടിട്ടുണ്ട്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ലഷ്കർ ഇ തൈബ ഉൾപ്പെടെയുള്ള ജെയ്ഷെ മുഹമ്മദ് ഉൾപ്പെടെയുള്ള ഹാൻഡലർമാരുമായി ഇവർ കൂടിക്കാഴ്ച നടത്തി. പിന്നീട് ഇവർ ബോംബ് നിർമ്മാണത്തിലൊക്കെ തന്നെ ഏർപ്പെട്ടു. അങ്ങനെ ഇതൊരു ഇന്ത്യയിൽ മാത്രം നിൽക്കുന്ന ഒരു ഭീകര ബന്ധമല്ല, ഇത് അന്താരാഷ്ട്ര ബന്ധങ്ങളുള്ള ഭീകര ബന്ധമാണ്. തുർക്കിയിൽ നിന്നും പാക് അധീന കശ്മീരിൽ നിന്നുമൊക്കെയാണ് ഇതിന്റെ ഒരു ഓപ്പറേഷൻ നടന്നത് എന്നത് സംബന്ധിച്ചുള്ള വളരെ നിർണായകമായ വിവരങ്ങൾ ലഭിക്കുകയാണ്. അതുകൊണ്ട് വളരെ വലിയൊരു ഭീകരാക്രമണ നീക്കമായിരുന്നു ഇവർ നടത്തിയിരുന്നത്. ഇതിൽ ഡോക്ടർ മുസമിൽ ഉൾപ്പെടെയുള്ളവർ ലഷ്കർ ഇ തൈബയിൽ ചേരാനുള്ള ഒരു നീക്കമായിരുന്നു അന്ന് നടത്തിയത് എന്നും പിന്നീട് ഈ ജെയ്ഷെ മുഹമ്മദിന്റെ അടക്കമുള്ള നിർദ്ദേശമനുസരിച്ച് ആ പദ്ധതി ഇന്ത്യയിലേക്ക് മാറ്റുകയായിരുന്നു. അങ്ങനെ ഇവർ തിരിച്ചു വരികയായിരുന്നു എന്നൊക്കെയുള്ള വിവരം കൂടി അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വലിയ അന്താരാഷ്ട്ര ബന്ധങ്ങൾ ദില്ലി സ്ഫോടനത്തിന് പിന്നിൽ, ഈ ദില്ലി കേന്ദ്രീകരിച്ച് നടന്ന വലിയ ഭീകരവാദത്തിന് പിന്നിലുണ്ട് എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം കൃത്യമായി മനസ്സിലാക്കുന്നത്. ഓക്കെ.